നമസ്കാരം. നിങ്ങളുടെ വാഹനത്തിന്റെ ഓയിൽ എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്? നിങ്ങൾ നോർമൽ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എവറി 5000 കിലോമീറ്റേഴ്സിന് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇനി അതല്ല, സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എവറി 10,000 കിലോമീറ്റേഴ്സിന് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. ന്യൂ ജനറേഷൻ വാഹനങ്ങളിലൊക്കെ സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലൊക്കെ 10,000 കിലോമീറ്റേഴ്സിന് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ വാഹനത്തിന്റെ ഓയിൽ മെയിൻ്റനൻസ് പ്രോപ്പർ ആണെങ്കിൽ എഞ്ചിനിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടും, ബെറ്റർ ഡ്രൈവബിലിറ്റി കിട്ടും, ഇറ്റ് എക്സ്റ്റെൻസ് ലോഞ്ചിവിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെറ്റർ മൈലേജ് കിട്ടും. ഇത് മാത്രമല്ല, എമിഷന്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും അത് മീറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ വാഹനത്തിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓണേഴ്സ് മാനുവൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ സർവീസ് സെന്ററിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൾ ലഭിച്ചേക്കാം. ഇത് മാത്രമല്ല, ഡാഷ്ബോർഡിൽ ഓയിലിന്റെ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പുണ്ട്, അത് ഗ്ലോ ചെയ്യാം. 2, വാഹനത്തിന്റെ നമ്മുടെ ബോണറ്റ് ഉയർത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ബേണിംഗ് സ്മെല്ല് ലഭിക്കാം. വണ്ടിയുടെ പെർഫോമൻസിൽ നിങ്ങൾക്ക് ഒരു ഡീഗ്രഡേഷൻ ഫീൽ ചെയ്യാം, അതായത് വണ്ടിക്ക് വലിവില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നാം. അതുപോലെ തന്നെ മൈലേജിൽ ഒരു വേരിയേഷൻ വരാം, സ്മോക്കിനകത്തും ഒരു വേരിയേഷൻ വരാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുക ഒന്നുകിൽ നമ്മുടെ ഓയിൽ ലെവൽ കുറഞ്ഞു, അല്ലെങ്കിൽ ഓയിൽ റീപ്ലേസ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്ന്. ഓയിൽ ലെവൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാഹനത്തിന് എഞ്ചിൻ റൂം തുറക്കുക, അവിടെ ഒരു ഡിപ്സ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിപ്സ്റ്റിക് അല്പം താഴോട്ട് അമർത്തിയതിനു ശേഷം നേരെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതിൽ 2 മാർക്ക് ഉണ്ടാവും. ഓയിലിന്റെ ലെവൽ ഈ 2 മാർക്കിന് നടുവിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മേളിലാണെങ്കിൽ ഓയിൽ പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി എഞ്ചിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ല, ഓയിലിന്റെ ലെവൽ ഈ 2ാമത്തെ മാർക്കിന് താഴെയോ അല്ലെങ്കിൽ അതിനടുത്തൊക്കെ ആണെങ്കിൽ ഓയിൽ ലെവൽ കുറവാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് ഓയിലിന്റെ ക്വാളിറ്റിയാണ്. ഓയിലിന്റെ കളറ് ബ്രൈറ്റിഷ് അല്ലെങ്കിൽ ബ്രൗൺ ഓർ ബ്ലാക്ക്. ഇതിന്റെ അർത്ഥം ഓയിൽ മോശമായെന്നാണ്, ഓയിൽ മാറ്റാൻ സമയമായി. ഇനി അതല്ല, ഓയിലിന്റെ കളറ് യെല്ലോ, ഗ്രീനിഷ് അല്ലെങ്കിൽ ആംബർ ആണെങ്കിൽ അതിനർത്ഥം ഓയിലിന്റെ ക്വാളിറ്റി ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതേ ചെക്കിംഗ് നിങ്ങൾ സർവീസ് സെന്ററിൽ വാഹനം കൊടുത്ത് സർവീസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നടത്തേണ്ടതാണ്. കാരണം ഓയിൽ മാറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം, ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, വാഹനത്തിന്റെ ഓയിൽ ലെവൽ താഴെയാണെങ്കിൽ അത് ടോപ്പ് ഓഫ് ചെയ്യണോ അതോ റീപ്ലേസ് ചെയ്യണോ? വാഹനത്തിന്റെ ഓയിൽ ലെവൽ ടോപ്പ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക. വാഹനത്തിന്റെ ഓയിൽ കുറെ നാൾ പഴകിയതാണെങ്കിൽ മിക്കവാറും അത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുതിയ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ആഡ് ചെയ്യുന്ന ഓയിൽ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഓയിൽ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വെച്ചിട്ട് എൻറ്റയർ ഓയിൽ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാഹനം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മറ്റു ചില ഫ്ലൂയിഡ്സിന്റെ കൂടെ ടോപ്പ് ഓഫ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റും കൂടെ വേണ്ടി വരും. അപ്പോൾ മറ്റൊന്നുമല്ല, നിങ്ങളുടെ വാഹനം മാനുവൽ ഗിയറിലാണ് ഓടുന്നതെങ്കിൽ ഗിയർ ബോക്സ് ഓയിൽ, ഇനി അതല്ല ഓട്ടോമേറ്റഡ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ഇതിന്റെ റീപ്ലേസ്മെന്റ് അല്ലെ ടോപ്പ് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഈ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളന്റ്, അതുപോലെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, ദെൻ വിൻഡ്ഷീൽഡ് വാഷിംഗ് ഫ്ലൂയിഡ്. ഇത്രയും കാര്യങ്ങൾ ടോപ്പ് ഓഫ് ചെയ്യേണ്ടതാണെങ്കിൽ ടോപ്പ് ഓഫ് ചെയ്യുക. ഇനി അതല്ല, റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓണേഴ്സ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ വാഹനത്തിന് അനുയോജ്യമായ ആ സെയിം ഗ്രേഡിലുള്ള ഓയിൽ മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.